തൃശൂർ കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബിജെപിയുടെ നിർബന്ധിത പണപ്പിരിവ്. സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിയ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സംഭാവന നൽകണമെന്ന അറിയിപ്പ് നൽകിയാണ് പ്രവർത്തകർ പണം പിരിക്കുന്നത്. ആവശ്യപ്പെടുന്ന തുക നൽകാത്തവർക്കെതിരെ ഭീഷണി മുഴക്കുന്നതായും പരാതി ഉയർന്നു. ലക്ഷങ്ങൾ ആവശ്യപ്പെട്ട് ബിജെപി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി വ്യാപാര സ്ഥാപനങ്ങൾക്ക് നൽകിയ കത്ത് പീപ്പിളിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ കുന്നംകുളത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ സംഭാവന നൽകണമെന്നാവശ്യപ്പെട്ട ബിജെപി പ്രവർത്തകർ കത്തുകൾ നൽകിയത്. ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഓരോ സ്ഥാപന ഉടമയും നൽകേണ്ട തുക രേഖപ്പെടുത്തി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KS രാജേഷ് ഒപ്പുവെച്ചാണ് കടകളിൽ നൽകിയത്. പാർട്ടി പ്രവർത്തനത്തിനും പ്രധാനമന്ത്രിയുടെ പദ്ധതി നടത്തിപ്പുകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കുമായാണ് പണപ്പിരിവെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങൾ 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെ നൽകണമെന്ന് കാട്ടിയാണ് അറിയിപ്പ്. തുക നൽകാൻ തയ്യാറായില്ലെങ്കിൽ സംഭാഷണം ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുമെന്ന കടയുടമകളുടെ അനുഭവം. എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ട് മറ്റേ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റാവുന്ന ഒരു സംഖ്യ അല്ല ഇത്. അത് കൊടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭീഷണി അവർക്ക് വരുമെന്നുള്ള ഭയത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവരെല്ലാവരും സമിതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടുകടകൾ, പെട്ടിക്കടകൾ തുടങ്ങി ചെറു സ്ഥാപനങ്ങളിൽ പോലും 10,000 രൂപ മുതൽ മുകളിലേക്കാണ് പിരിവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബിജെപി നടത്തുന്ന നിർബന്ധിത പണപ്പിരിവിനെതിരെ കുന്നംകുളത്തെ വ്യാപാരികൾ കൂട്ടായ്മ രൂപീകരിച്ച പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഗുണ്ടാപിരിവിന് സമാനമായ സാഹചര്യത്തെ നിയമപരമായി നേരിടാനാണ് വ്യാപാരികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, ആരുടെ നേതൃത്വത്തിലാണ്, സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണോ ഇത്തരത്തിൽ ഫണ്ട് പിരിക്കുന്നത്? ഇത്തരത്തിലൊരു ഗുണ്ടാപിരിവിനെതിരെ വ്യാപാരികൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ധന്യ, കഴിഞ്ഞ മാസം ഏകദേശം മധ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പണപ്പിരിവ് കുന്നംകുളം കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുള്ളത്. കുന്നംകുളം BJPയുടെ കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റായ KS രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു വ്യാപകമായി BJPയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി വ്യാപാരികൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ പണപ്പിരിവിലേക്ക് നീങ്ങിയത്. പ്രവർത്തകർ കൂട്ടമായി കടകളിലെത്തി ഇത്തരത്തിൽ ലെറ്റർ നൽകുന്ന ഒരു പരിപാടിയായിരുന്നു ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയത്. കഴിഞ്ഞ മാസം മധ്യത്തോടു കൂടി ഇത്തരത്തിൽ കത്തുകൾ നൽകി. എന്നാൽ അത്തരത്തിൽ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓരോ സ്ഥാപന ഉടമയും ഏത് തുക നൽകണമെന്ന് ഈ വരുന്ന പ്രവർത്തകർ തന്നെ തീരുമാനിച്ച് അവയിൽ തുക എഴുതി നൽകി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ KS രാജേഷ് ഒപ്പുവെച്ച് നൽകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ ചെറുകിട വ്യാപാരികൾ മുതൽ വൻകിട വ്യാപാരികൾ വരെയുള്ളവർക്ക് വ്യത്യസ്തമായ തുകകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തട്ടുകടകൾ, ചെറു പെട്ടിക്കടകൾ തുടങ്ങി മുകളിലേക്കുള്ള കടകളെല്ലാം തന്നെ 10,000 രൂപ മുതൽ മുകളിലേക്കുള്ള തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ കാണുന്ന, പ്രത്യേകിച്ച് ടൗണുകളിലെല്ലാം തന്നെ വ്യാപകമായി കാണുന്ന ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങൾ, അത്തരത്തിൽ ആ ഗണത്തിൽപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങൾ 5 ലക്ഷം രൂപ വരെ പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നൽകിയിട്ടുള്ള 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ തുക നൽകാൻ, ഈ 5 ലക്ഷം രൂപ നൽകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ മറ്റു രീതിയിലുള്ള ഭീഷണികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് വ്യാപാരികളുടെ അനുഭവം. ഇത്തരത്തിൽ വ്യാപകമായി കത്തുകൾ നൽകുകയും ആ തുക നൽകാൻ വിസമ്മതിച്ച വ്യാപാരികളെ BJP പ്രവർത്തകർ നേരിട്ടെത്തി ഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവങ്ങൾ കുന്നംകുളത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ രൂക്ഷമായതിനെ തുടർന്ന് വ്യാപാരികൾ നേരിട്ട് പ്രതികരിക്കാൻ അവർക്ക് ഭീതിയുള്ളതിനാൽ വ്യാപാരി സംഘടനകളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി തുടങ്ങിയ സംഘടനകൾ മുഖേന ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഇത്തരത്തിലൊരു ഗുണ്ടാപിരിവിന് സമാനമായ ഒരു സാഹചര്യം കുന്നംകുളത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾ കൂട്ടമായി സമിതി രൂപീകരിച്ച്, കൂട്ടായ്മ രൂപീകരിച്ച് ഇതിനെ നിയമപരമായി നേരിടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വ്യാപാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദിൽജിത്ത്, ഏതാണ്ട് എത്ര കാലമായി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പിരിവ് തുടങ്ങിയിട്ട് ഇപ്പോൾ വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ, ഇല്ലെങ്കിൽ ഭീഷണി കൂടിക്കൂടി വരുന്നതിന്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ?
ധന്യ, നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന കത്ത്, ആ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി 1/5/2017 എന്നാണ്. ഈ ലെറ്റർ പാഡ് തയ്യാറാക്കിയിരിക്കുന്ന തീയതിയാണ് 1/5/2017. എന്നാൽ ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാജേഷിന്റെ ഒപ്പുവെച്ച് വിതരണം ചെയ്യാൻ തുടങ്ങുന്നത് കഴിഞ്ഞ മാസം ഏകദേശം മധ്യത്തോടു കൂടിയാണ്. തുടർന്ന് ആദ്യഘട്ടത്തിൽ ചെറിയ വ്യാപാരികളിലേക്ക് ചെറിയ തുകകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇടത്തരം സ്ഥാപനങ്ങളിലേക്കും വലിയ സ്ഥാപനങ്ങളിലേക്കും എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്ന തരത്തിലേക്ക് സംഭവങ്ങൾ എത്തിച്ചേർന്നത്. ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിദിനം 5000 രൂപയും 10000 രൂപയും മാത്രം വരുമാനമുള്ള ഇടത്തരം വിൽപ്പനകൾ മാത്രം നടക്കുന്ന സ്ഥാപനങ്ങളാണ് കുന്നംകുളത്ത് ഏറ്റവും സജീവമായിട്ടുള്ളത്. അത്തരം സ്ഥാപനങ്ങളിൽ എത്തി ലക്ഷങ്ങൾ 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ചില സ്ഥാപനങ്ങൾ ക്വാറികൾ പോലെയുള്ള സ്ഥാപനങ്ങൾ കുന്നംകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ക്വാറികൾക്ക് 20 ലക്ഷം വരെയുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. എന്നാൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ അവരുടെ പിരിവിനെതിരെ പരസ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഓർത്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നേരിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് വരുന്നില്ല. എന്നാൽ ഇപ്പോൾ വ്യാപാരികൾ കൂട്ടമായി ഇതിന് ഏതായാലും ഇത്തരത്തിൽ വലിയൊരു തുക നൽകാൻ നിയമപരമായി വ്യാപാരം നടത്തുന്ന കുന്നംകുളത്തെ വ്യാപാരികൾക്ക് യാതൊരു കാരണവശാലും നൽകാൻ സാധിക്കുന്ന ഒരു തുകയല്ല ഇവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതിനെ ചെറുത്ത് നിൽക്കാനായി വ്യാപാരികൾ ഒറ്റക്കെട്ടായി കൂട്ടായ്മ രൂപീകരിച്ച മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ വ്യാപാരി സംഘടനകൾ വഴിയാണ് ഇത്തരത്തിലൊരു വാർത്ത, ഇത്തരത്തിലൊരു കത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും വ്യാപകമായി തന്നെ കുന്നംകുളം നഗരത്തിൽ ഇത്തരത്തിൽ നോട്ടീസുകൾ നൽകുകയും പണപ്പിരിവിന് BJP ശ്രമിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണം നൽകാൻ തയ്യാറാകാത്തവരെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണി മുഴക്കുന്ന സംഭവങ്ങളും കുന്നംകുളത്ത് സജീവമായിട്ടുണ്ട് എന്നാണ് വ്യാപാരികൾ തന്നെ അസോസിയേഷനെ അറിയിച്ചിട്ടുള്ളത്. ദിൽജിത്ത്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ച് കത്ത് നൽകിയിരിക്കുന്നത്? കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, കത്തിൽ തന്നെ ഏറ്റവും വ്യക്തമായി വിശദമാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിനും അതിലുപരി പ്രധാനമന്ത്രിയുടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടിയും 2019 നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള ഫണ്ട് ശേഖരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തങ്ങൾ ഫണ്ട് പിരിക്കുന്നത് എന്ന് അവർ നൽകുന്ന കത്തിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് വേണ്ടി തുക ചെലവഴിക്കുന്നതിനായി വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എഴുതി നൽകുന്ന ഒരു തുക നൽകാൻ അതിനൊരു സ്ഥലം വിട്ടിട്ടുണ്ട്. അവർ കടയിൽ എത്തുമ്പോൾ ആ കടയിൽ വെച്ച് തന്നെ എത്ര തുകയാണോ ആ സ്ഥാപന ഉടമ നൽകേണ്ടത് എന്ന് അവർ തീരുമാനിച്ച് അതിൽ എഴുതി നൽകുക. അതിൽ എഴുതുമ്പോൾ പ്രത്യേകിച്ച് BJPയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് എഴുതി നൽകുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതിൽ നിയോജക മണ്ഡലത്തിന് ചുമതല വഹിക്കുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒപ്പ് വെച്ച് നൽകുന്നു. അതോടൊപ്പം ഈ ഇപ്പോൾ ഒരു വ്യാപാരി PM സുരേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സുരേഷ് കുന്നംകുളത്ത് നിന്നാണ് ചേരുന്നത്. സുരേഷ്, താങ്കളോടും ഇത്തരത്തിൽ BJP സംഭാവന ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര രൂപയാണ് ഉണ്ടെങ്കിൽ തന്നെ മുൻകൂട്ടി തുക എഴുതിയ റെസിപ്റ്റ് ആണോ താങ്കൾക്ക് തന്നിരുന്നത്? കുന്നംകുളം നഗരസഭയുടെ പരിസരത്തും പട്ടണത്തിലും വ്യാപകമായി കടകളിൽ ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചുകൊണ്ടാണ് BJPയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനം നടന്നിരിക്കുന്നത്. ഇവിടെ കുന്നംകുളത്ത് ഈ സംഘപരിവാറിന്റെ 2 പ്രവർത്തകർ വന്ന് കടകളിൽ ആദ്യം ഒരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസിനകത്ത് കൃത്യമായി സംഖ്യ എഴുതുകയാണ്. 5 ലക്ഷം വരെ, 10,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നോട്ടീസിൽ രേഖപ്പെടുത്തി കൊടുക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ BJPയുടെ കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാജേഷ് ഈ കട ഉടമയെ വിളിച്ച് നിങ്ങൾ ഇത്ര രൂപ വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോ ഇത് നൽകാൻ തയ്യാറാവാത്ത ആളുകളോട് ഒരു ഭീഷണിയുടെ സ്വരം കൂടിയും ഇവർ സുരേഷ്, ഏത് രീതിയിലായിരുന്നു ഭീഷണി ഉണ്ടായിരുന്നത്? ഭീഷണി എന്ന് പറഞ്ഞാൽ ഒരു കുന്നംകുളത്താണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്, രാജ്യം ഭരിക്കുന്ന ഒരു BJP ഗവൺമെന്റ് ആണ് എന്ന രീതിയിലുള്ള ഒരു ഭീഷണി സ്വരമാണ് ഇവർ നൽകുന്നത്. അതിനോട് എങ്ങനെയാണ് വ്യാപാരി നിങ്ങളുടെ സമിതിയൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഞങ്ങൾ അടിയന്തരമായി വ്യാപാരി വ്യവസായി സമിതിയുടെ യോഗം ചേരുകയും ഇത്തരം ഫണ്ട് പിരിവ്, ഗുണ്ടാ പിരിവ് നൽകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വ്യാപാരികളെ ഇവരുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനാവശ്യമായ സെല്ല് രൂപവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിയമപരമായി ചോദ്യം ചെയ്യാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.
കുന്നംകുളത്ത് നിന്ന് അറിയാൻ സാധിച്ചത് ഫോണിലൂടെയും നേരിട്ടെത്തിയും ഇത്തരത്തിൽ വീടുകളിലെത്തിയും ഇല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലെത്തിയും ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും വ്യാപാര സ്ഥാപനങ്ങളിലും സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ആളുകളെയും ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകളെയും ഈ രീതിയിൽ അവരെ ഇടപെടുന്നുണ്ട്. ശ്രീ PM സുരേഷ്, താങ്കൾ തുടരുക. ഇപ്പോൾ KS രാജേഷ് തന്നെ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ രാജേഷ്, ഇത്തരത്തിലാണ് കുന്നംകുളത്തെ നിവാസികൾ ഇല്ലെങ്കിൽ വ്യാപാരികൾ പരാതിപ്പെടുന്നത്. നിങ്ങൾ നിർബന്ധിച്ച് മുൻകൂട്ടി തുക എഴുതിയ ലെറ്റർ പാഡുമായി അല്ലെങ്കിൽ റെസിപ്റ്റുമായി BJP പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങളിൽ സംഘടിച്ചെത്തുന്നു, ഭീഷണിപ്പെടുത്തി തുകകൾ വാങ്ങുന്നു എന്ന രീതിയിലാണ്. താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അധികൃതമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള പിരിവല്ല. നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുന്നതിന്റെ പാർട്ടിയുടെ സംസ്ഥാന ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സംഭാവന നൽകുമ്പോൾ തുക എഴുതിയ റെസിപ്റ്റ് ആണോ സാധാരണയായി നമ്മൾ വ്യാപാരികളാണെങ്കിലും? തുക എഴുതിയ റെസിപ്റ്റ് കൊടുക്കുന്നില്ല. യാതൊരു കാരണവശാലും തുക എഴുതിയ റെസിപ്റ്റ് കൊടുക്കുന്നില്ല. റിക്വസ്റ്റ് ലെറ്റർ ആണ്. നിങ്ങളുടെ പാവപ്പെട്ടവരുടെ പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രിയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടും പാർട്ടിയുടെ സംസ്ഥാന ഫണ്ടിലേക്ക് നിങ്ങളുടെ താങ്കൾ കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് ആണ് നമ്മളിപ്പോൾ ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 ലക്ഷമാണ്. 5 ലക്ഷം കത്തിൽ 5 ലക്ഷം വേണമെന്ന ആവശ്യത്തിലാണ് താങ്കൾ അത് കൊടുത്തിരിക്കുന്നത്. അതൊരു വ്യാപാര കെട്ടിട സമുച്ചയത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ ചേട്ടൻ നിർദ്ദേശിച്ച പ്രകാരമാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇത് അദ്ദേഹം അറിയാതെ ഇത്തരത്തിലൊരു സാധാരണ രീതിയിൽ ഒരു തുക സംഭാവനയ്ക്ക് പോകുന്ന സമയത്ത് സാധാരണ നമ്മളോട് ആവശ്യപ്പെടും, ഇത്തരത്തിലൊരു പരിപാടി ഉണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്താണ് സംഭാവന നൽകുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം ആരാണെങ്കിലും, അത് വ്യാപാരിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും, അയാൾ നിശ്ചയിക്കുന്ന തുകയാണ് വാങ്ങുന്നത്. ഇതിപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇയാൾ അറിയാതെയാണ് ഇത്തരത്തിലൊരു തുക താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, ആ തുക ആവശ്യപ്പെട്ടിട്ടും ഒരാൾ പോലും, നമ്മൾ ആവശ്യപ്പെട്ട തുക ഒരാൾ പോലും നൽകിയിട്ടില്ല. ഇതുവരെ ഒരാൾ നൽകിയിട്ടില്ല. കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യണു, അതിൽ നിങ്ങളുടെ വിനയപൂർവ്വമുള്ള നടപടിക്ക് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരാം, ഇല്ലെങ്കിൽ തരണ്ട. ഒരാളെ പോലും ഇന്നേ വരെ നിർബന്ധിച്ച് പിരിവെടുക്കുന്ന പരിപാടി ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. പക്ഷേ ശ്രീ രാജേഷ്, ഇവിടെ മറ്റൊരു കാര്യം, തുക തരാത്തവരെ നിങ്ങളിൽ ചില ആളുകൾ ഫോണിലും ഇല്ലാതെ നേരിട്ടും ചെന്ന് ഭീഷണിപ്പെടുത്തി എന്നും പറയുന്നുണ്ട്. ഒരിക്കലും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. കാരണം ഒരാളെ പോലും, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. ഒരാളെ പോലും പിരിവിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരാളെ പോലും നമ്മൾ ഇന്നവരെ നിർബന്ധിച്ച് പിരിവ് മേടിച്ചെന്ന് ഒരാൾക്കൊരു സത്യം കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പോലീസിലോ മറ്റു സംവിധാനങ്ങളിലോ തീർച്ചയായിട്ടും പരാതിപ്പെടാവുന്നതാണല്ലോ. ഇന്നേ വരെ ഒരു പരാതി പോലും ഒരു പരാതി വ്യാപാരികൾ ഒന്നടങ്കം കുന്നംകുളത്തെ വ്യാപാരികൾ എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. BJPയിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ താങ്കൾ പറയുമ്പോൾ താങ്കൾ അറിയാതെ ഇത്തരത്തിൽ ആളുകൾ പിരിവ് നടത്തുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? യാതൊരു കാരണവശാലും അങ്ങനെ ഞാൻ അറിയാതെ ഒരു തരത്തിലുള്ള പിരിവ് ഇവിടെ നടക്കാറില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തില്, കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തോ നടന്നിരുന്നില്ല. ഇതുവരെ ഒരാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ മറ്റൊരു രീതിയിലോ നമ്മൾ ഇന്നേ വരെ ആരെയും ഒരാൾക്ക് പോലും ആരോപിക്കാൻ കഴിയില്ല. നമ്മളുടെ എതിർവിഭാഗം ആയാൽ പോലും ആരോപിക്കാൻ കഴിയില്ല. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണ്. റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തുള്ളത് സത്യമാണ്, പരമസത്യമാണ്. നിങ്ങളുടെ അനുഭാവപൂർവ്വമുള്ള പരിഗണന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നേരത്തിന് അത് കത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ശരി രാജേഷ്, തുടരുക. PM സുരേഷ്, വ്യാപാരി നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. സുരേഷ്, ഇത്തരത്തിലാണ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾ പറയുന്ന ഇല്ലെങ്കിൽ നിങ്ങൾ പരാതിപ്പെട്ട രീതിയിൽ യാതൊരു സംഭവവും കുന്നംകുളത്ത് നടന്നിട്ടില്ല എന്നാണ്. ബഹുമാനപ്പെട്ട BJPയുടെ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് പറഞ്ഞത് തന്നെ നിയമവിരുദ്ധ പ്രവർത്തനം നടന്നു എന്നുള്ളത് തെളിവാണ്. രാജേഷ് പറഞ്ഞു 5 ലക്ഷം രൂപ ഞങ്ങൾ എഴുതി കൊടുത്തു, ആവശ്യപ്പെട്ടു എന്ന് ചോദിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. 2000 രൂപയിലും കൂടുതൽ ഒരു പിരിവ് വാങ്ങാൻ പാടില്ല എന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന കേന്ദ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിർദ്ദേശമുണ്ട്. അപ്പോ ആ ഒരു നിലയ്ക്ക് എങ്ങനെയാണ് രാജേഷിനെ 5 ലക്ഷം രൂപ ഒരു കെട്ടിടത്തിന്റെ സമുച്ചയത്തിന്റെ ഉടമസ്ഥനെ ചോദിക്കാൻ വേണ്ടി കഴിയുക? ഏത് നിയമം അനുസരിച്ചാണ് ചോദിക്കുന്നത്? മറ്റൊരു കാര്യം എനിക്ക് രാജേഷിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നടപ്പാക്കുന്ന പദ്ധതികൾ അത് ഏതെങ്കിലും BJPക്കാർക്ക് വേണ്ടിയല്ലല്ലോ. BJP മാത്രമാണോ ഇങ്ങനെ രാജ്യത്ത് കോടിക്കണക്കിന് റുപ്യ പിടിച്ച് നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ടോ? ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ടോ? അവരെ പാർട്ടി തീരുമാനം നടപ്പാക്കാനല്ലോ ഈ രീതിയിൽ ചെയ്യേണ്ടത്.
ഗവൺമെന്റ് തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കാലോ. ഇതെന്താ കുന്നംകുളത്ത് ഇതുപോലെ രാജ്യത്ത് വേറെ എവിടെയും നടക്കാത്ത സംഭവം കുന്നംകുളത്ത് നടക്കുന്നത്? ഇത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. ഇത് രാജേഷ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പോലീസിൽ കേസ് കൊടുക്കാന്നുള്ളത്. രാജേഷിന്റെ ഈ ഒറ്റ കമന്റ് മതി രാജേഷിനെതിരെ കേസെടുക്കാൻ. ശ്രീ രാജേഷ്, സുരേഷ് പറഞ്ഞിരിക്കുന്നത് താങ്കൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനം നിലവിൽ നിൽക്കുന്നുണ്ട്. സുരേഷ്, ക്ഷമിക്കണം രാജേഷ്, ഭീഷണിയുടെ കാര്യം മാറ്റി നിർത്താം. പക്ഷേ ഇത്തരത്തിൽ 5 ലക്ഷം രൂപ താങ്കൾ സംഭാവനയായി ആവശ്യപ്പെട്ടത് അത് ഏത് സാഹചര്യത്തിലായിരുന്നു? എന്തുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്തി? പാർട്ടി സംഭാവന ആവശ്യപ്പെടുന്നത് ഇന്നും ഇന്നലെയുമുള്ള പരിപാടിയല്ല. എല്ലാ പാർട്ടികളും സംഭാവന ആവശ്യപ്പെടുന്നത് അത് കൃത്യമായ രേഖാസഹിതം അക്കൗണ്ടും തരത്തിലാണ് ചെയ്യുന്നത്. അല്ലാണ്ട് സുരേഷ് പറയുന്ന രീതിയിലുള്ള നമ്മൾ ഇന്ന് ഒരു ബക്കറ്റ് പിരിവോ അല്ലെങ്കിൽ ഒരു കണക്കില്ലാത്ത തരത്തിലുള്ള ഒരു പിരിവും ഇന്ന് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ നടത്തിയിട്ടില്ല. സംസ്ഥാന ട്രഷറർ ഒപ്പിട്ടുള്ള റിസീറ്റിലാണ് നമ്മൾ പിരിക്കുന്നത്, പാർട്ടി ഫണ്ട് പിരിക്കുന്നത്. അത് ഔദ്യോഗിക എന്താ പറയുക അധികൃതമാണ്, അനധികൃതമല്ല. ഇതറിയാതെ സുരേഷ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ 2000 രൂപയിൽ കൂടുതൽ രസീത് നൽകി സ്വീകരിക്കുന്നത് പാടില്ല എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു കാര്യം, 5 ലക്ഷം രൂപ അത് ഒരു രീതിയിലും മുന്നറിയിപ്പോ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും ഇല്ലാതെ ഒരു വ്യാപാരിയുടെ കയ്യിൽ 5 ലക്ഷം രൂപ നിങ്ങൾ സംഭാവന തരണം എന്ന് നിർബന്ധമായി പറയുന്നത്, ഇല്ലെങ്കിൽ അത്തരത്തിൽ പണം പിരിക്കുന്നത് ശരിയാണോ? അതാണ് അതിൽ മനസ്സിലാവുന്നത്. നിർബന്ധമായിട്ട് ഒരു കത്ത് പോലും ഇന്ന് മണ്ഡലം പ്രസിഡന്റോ BJPയുടെയോ കത്ത് ഒരാളുടെ കയ്യിലും ഇന്ന് കാണാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ അനുഭാവപൂർണ്ണമുള്ള പരിഗണന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ പോലും ഇന്നേവരെ അങ്ങനെ നമ്മൾ എഴുതി കൊടുത്ത പൈസ തരികയോ മറ്റുള്ള ഒന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരാൾ പോലും മാത്രമല്ല, ഇതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മാത്രമാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ട് എഴുതി എന്നതാണ് രാജേഷ് ചോദ്യം. 5 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങൾ ഏത് രീതിയിൽ എന്തുകൊണ്ട് അങ്ങനെ എഴുതി കൊടുക്കുന്നു? അതിനുശേഷം എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ അനുഭാവപൂർണ്ണമായ നിങ്ങളുടെ പരിഗണന, പാർട്ടിയോടുള്ള പരിഗണന നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ തരത്തിൽ ഏത് തരത്തിലുള്ള 10 രൂപയായാലും 5 രൂപയായാലും 1 രൂപയായാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പാർട്ടി ഫണ്ട്, പാർട്ടിയുടെ രേഖാമൂലമുള്ള റെസീറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പിരിച്ചിട്ടുള്ളത്. ഇന്നേവരെ ഒരാളിൽ നിന്നും അനധികൃതമായോ ഭീഷണിപ്പെടുത്തി ഇന്നേവരെ പാർട്ടി ഒരു ഫണ്ട് പോലും ഇന്നേവരെ വാങ്ങിയിട്ടില്ല. ശ്രീ KS രാജേഷ് ഈ വാർത്തയോട് പ്രതികരിച്ചതിന്, കൂടാതെ PM സുരേഷ്, തൃശൂർ കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് BJPയുടെ നിർബന്ധിത പണപ്പിരിവ്, സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി ഔദ്യോഗിക ലെറ്റർ പാഡിൽ സംഭാവന നൽകണമെന്ന അറിയിപ്പ് നൽകിയാണ് പ്രവർത്തകർ പണം പിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ദിൽജിത്ത് നൽകിയത്.